എല്ലാവർക്കും SSC-RRB മലയാളത്തിന്റെ RRB NTPC ഗ്രൂപ്പ് ഡി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ സീരീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് RRB NTPC എക്സാംസിനും അതേപോലെ ഗ്രൂപ്പ് ഡി എക്സാംസിനും പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ഹിസ്റ്ററിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. വിച്ച് ഗവർണർ ജനറൽ ഹാസ് അബോളിഷ് ദ ഡ്യുവൽ സിസ്റ്റം ഇൻ ബംഗാൾ? ഏത് ഗവർണർ ജനറലാണ് ബംഗാളിലെ ഡ്യുവൽ സിസ്റ്റം ഓഫ് ഗവേണൻസ് അബോളിഷ് ചെയ്യുന്നത്, നിർത്തലാക്കുന്നത്? വില്യം ബെൻഡിക്റ്റ്, വാരൻ ഹേസ്റ്റിങ്സ്, റോബർട്ട് ക്ലൈവ്, ലോർഡ് കോൺവാലിസ്. ആരാണ് അത്? വാരൻ ഹേസ്റ്റിങ്സ് ആണ്. അപ്പം ബംഗാളിലെ ഡ്യുവൽ സിസ്റ്റം ഓഫ് ഗവേണൻസ് അബോളിഷ് ചെയ്യുന്നത് ആരാണ്? അത് വാരൻ ഹേസ്റ്റിങ്സ് ആണ്. ഏത് വർഷമാണ് ഇത് അബോളിഷ് ചെയ്യുന്നത്? 1772-ലാണ്. 1772-ലാണ് വാരൻ ഹേസ്റ്റിങ്സ് ബംഗാളിലെ ഡ്യുവൽ സിസ്റ്റം ഓഫ് ഗവേണൻസ് അബോളിഷ് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ എന്താണ് ഈ ഡ്യുവൽ സിസ്റ്റം ഓഫ് ഗവേണൻസ്, അതെങ്ങനെയാണ് വന്നതെന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. നമ്മൾ ഇതിൻ്റെ ഹിസ്റ്ററിയുടെ PYQവിൽ നേരത്തെ ഡിസ്കസ് ചെയ്ത ഒരു യുദ്ധത്തെക്കുറിച്ചാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. ബാറ്റിൽ ഓഫ് ബൊക്സാർ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. ഏത് വർഷമാണ് ബാറ്റിൽ ഓഫ് ബൊക്സാർ നടക്കുന്നത്? 1764-ലാണ്. മറക്കരുത്, 1764-ലാണ് ബാറ്റിൽ ഓഫ് ബൊക്സാർ നടക്കുന്നത്. ആരൊക്കെ തമ്മിലായിരുന്നു? ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും അതുപോലെ തന്നെ മുഗളുടെ കമ്പൈൻഡ് ഫോഴ്സസും തമ്മിലായിരുന്നു നടക്കുന്നത്, ബാറ്റിൽ ഓഫ് ബൊക്സാർ നടക്കുന്നത്. അതിൽ എന്ത് ചെയ്തു? ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വിജയിക്കുകയാണ് ചെയ്തത്. അങ്ങനെ വിജയിച്ചതിന് ശേഷം 1765 അലഹബാദ് ട്രീറ്റി ഒപ്പുവയ്ക്കുകയാണ്. എന്താണ് അലഹബാദ് ട്രീറ്റി? 1765 ഒപ്പുവയ്ക്കുകയാണ്. ആരൊക്കെ തമ്മിലാണ് അത് ഒപ്പുവയ്ക്കുന്നത്? റോബർട്ട് ക്ലൈവും അതുപോലെ തന്നെ മുഗൾ എംപററായ ഷാ ആലം സെക്കൻഡും തമ്മിലാണ് അലഹബാദ് ട്രീറ്റി ഒപ്പുവയ്ക്കുന്നത്. ഏത് വർഷം? 1765. അപ്പം ഈ അലഹബാദ് ട്രീറ്റിയുടെ ഭാഗമായിട്ടാണ് ബംഗാളിലൊരു ഡ്യുവൽ സിസ്റ്റം ഓഫ് ഗവേണൻസ് വരുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ടാക്സ് പിരിക്കാനുള്ള അധികാരം ആർക്ക് നൽകുകയാണ്? ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നൽകിക്കൊണ്ട് അഡ്മിനിസ്ട്രേറ്റീവ് പവർ അപ്പോൾ അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയുടെ ആരാണോ അല്ലെങ്കിൽ ഏത് ഡൈനാസ്റ്റിയാണോ അവർക്ക് നൽകുക. ഇതായിരുന്നു ഡ്യുവൽ സിസ്റ്റം ഓഫ് ഗവേണൻസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്? ടാക്സ് പിരിക്കാനുള്ള അധികാരം കമ്പനിക്കും, ബാക്കി അഡ്മിനിസ്ട്രേറ്റീവ് പവർ അവിടെ അപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ആരാണോ, ഇന്ത്യയിലെ ഏത് ഡൈനാസ്റ്റിയാണോ അവർക്ക് നൽകിക്കൊണ്ടുള്ള ആ ഒരു രീതിയായിരുന്നു ഡ്യുവൽ സിസ്റ്റം ഓഫ് ഗവേണൻസ് എന്ന് പറയുന്നത്. ആരൊക്കെ തമ്മിലാണ് ഈ അലഹബാദ് ട്രീറ്റി ഒപ്പുവയ്ക്കുന്നത്? റോബർട്ട് ക്ലൈവും ഷാ ആലം സെക്കൻഡും തമ്മിലാണ്. ഏത് വർഷമാണ്? 1765-ലാണ്. എന്തിന്റെ ഭാഗമായിട്ടാണ്? ബാറ്റിൽ ഓഫ് ബൊക്സാറിന്റെ അനന്തരഫലമായിട്ടാണ് അലഹബാദ് ട്രീറ്റി ഒപ്പുവയ്ക്കുന്നതും ഡ്യുവൽ സിസ്റ്റം ഓഫ് ഗവേണൻസ് വരുന്നതും. ബാറ്റിൽ ഓഫ് ബൊക്സാർ ഏത് വർഷമാണ്? 1764-ലാണ്. അപ്പം ഈ ഒരു സിസ്റ്റം, അതായത് ഡ്യുവൽ സിസ്റ്റം ഓഫ് ഗവേണൻസ് കൊണ്ടുവരുന്നത് ആരാണ്? അലഹബാദ് ട്രീറ്റിയിൽ ഒപ്പുവെച്ചിരിക്കുന്നത് ആരാണ്? റോബർട്ട് ക്ലൈവ് അല്ലേ? അതുകൊണ്ട് തന്നെ ഈ ഡ്യുവൽ സിസ്റ്റം ഓഫ് ഗവേണൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണ്? അത് റോബർട്ട് ക്ലൈവ് ആണ്. അത് നിർത്തലാക്കുന്നത് ആരാണ്? വാരൻ ഹേസ്റ്റിങ്സ് ആണ്. അപ്പം ഈ ഡ്യുവൽ സിസ്റ്റം ഓഫ് ഗവേണൻസ് എന്നാണ് വരുന്നത്? 1765-ലാണ്. കാരണം അലഹബാദ് ട്രീറ്റി സൈൻ ചെയ്യുന്നത് 1765-ലല്ലേ? അപ്പം 1765 ഡ്യുവൽ സിസ്റ്റം ഓഫ് ഗവേണൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു? റോബർട്ട് ക്ലൈവ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അതിനുശേഷം 1772 ആരാണിത് അബോളിഷ് ചെയ്യുന്നത്? വാരൻ ഹേസ്റ്റിങ്സ് ആണ് അബോളിഷ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഒന്നുകൂടെ നോക്കാം. വിച്ച് ഗവർണർ ജനറൽ ഹാസ് അബോളിഷ് ദ ഡ്യുവൽ സിസ്റ്റം ഇൻ ബംഗാൾ? ബംഗാളിലെ ഡ്യുവൽ സിസ്റ്റം അബോളിഷ് ചെയ്യുന്നത് ഏത് ഗവർണർ ജനറലാണ്? അപ്പം ഡ്യുവൽ സിസ്റ്റം ഓഫ് ഗവേണൻസ് ഇൻ ബംഗാൾ എന്താണെന്ന് നമ്മൾ പഠിച്ചു. എന്താണ്? ടാക്സ് പിരിക്കാനുള്ള അധികാരം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് നൽകിക്കൊണ്ട് അഡ്മിനിസ്ട്രേറ്റീവ് പവേഴ്സ് അവിടെ ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഡൈനാസ്റ്റിക്ക് നൽകുന്നതിനെയാണ് ഡ്യുവൽ സിസ്റ്റം ഓഫ് ഗവേണൻസ് എന്ന് പറയുന്നത്. ഈ ഡ്യുവൽ സിസ്റ്റം ഓഫ് ഗവേണൻസ് എങ്ങനെയാണ് വരുന്നത്? 1764-ലെ ബാറ്റിൽ ഓഫ് ബൊക്സാർ, അതായത് മുഗൾ ഫോഴ്സസിന്റെ ഒരു കമ്പൈൻഡ് ഫോഴ്സസും അതുപോലെ തന്നെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിൽ നടന്ന 1764-ൽ നടന്ന യുദ്ധമാണ് ബാറ്റിൽ ഓഫ് ബൊക്സാർ. അതിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ജയിക്കുകയും അതിനുശേഷം 1765 റോബർട്ട് ക്ലൈവും അതുപോലെ തന്നെ മുഗൾ എംപറായ ഷാ ആലം സെക്കൻഡും തമ്മിൽ സൈൻ ചെയ്യുന്നു? അലഹബാദ് ട്രീറ്റി 1765 സൈൻ ചെയ്യുന്നു. ആ അലഹബാദ് ട്രീറ്റിയുടെ ഭാഗമായിട്ടാണ് ബംഗാളിൽ ഡ്യുവൽ സിസ്റ്റം ഓഫ് ഗവേണൻസ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ആര് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്? റോബർട്ട് ക്ലൈവ് 1765-ലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിനുശേഷം 1772 ബംഗാളിന്റെ ഗവർണർ ജനറൽ ആയിരുന്ന വാരൻ ഹേസ്റ്റിങ്സ് ഡ്യുവൽ സിസ്റ്റം ഓഫ് ഗവേണൻസ് അബോളിഷ് ചെയ്യുകയാണ്. നമ്മൾ മുൻപ് ഈ ബാറ്റിൽ ഓഫ് ബൊക്സാറിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തപ്പം കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പം നിങ്ങൾക്ക് അത് ഓർമ്മയുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്. ഈ ബാറ്റിൽ ഓഫ് ബൊക്സാറിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ ലെഡ് ചെയ്തത് അല്ലെങ്കിൽ അവരുടെ കമാൻഡർ ആരായിരുന്നു എന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾ നേരത്തെ പഠിച്ചതൊക്കെ ഓർത്തിരിക്കുന്നുണ്ടോ എന്ന് നോക്കട്ടെ. അപ്പം അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യുക. ഇൻ വിച്ച് ഇയർ വാസ് ദ രാമകൃഷ്ണ മിഷൻ ഫൗണ്ടഡ്? രാമകൃഷ്ണ മിഷൻ ഫൗണ്ട് ചെയ്യുന്നത് ഏതു വർഷമാണ്? ഇവിടെ നമുക്ക് രാമകൃഷ്ണ മിഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ കൂടെ സ്വാമി വിവേകാനന്ദനെ കുറിച്ചും ഡിസ്കസ് ചെയ്യേണ്ടി വരും. കാരണം എന്താണ്?
രാമകൃഷ്ണ മിഷൻ ഫൗണ്ട് ചെയ്തത് ആരാണ്? സ്വാമി വിവേകാനന്ദനാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് പോയിന്റ്സ് ഇവിടെ ഡിസ്കസ് ചെയ്യാനുണ്ട്. എല്ലാ പോയിന്റ്സും എന്താണ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ച് റിവൈസ് ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കാം. രാമകൃഷ്ണ മിഷൻ ആരാണ് ഫൗണ്ട് ചെയ്യുന്നത്? സ്വാമി വിവേകാനന്ദനാണ്. ഏത് വർഷമാണ് ഫൗണ്ട് ചെയ്യുന്നത്? 1797 മെയ് 1-നാണ്. അപ്പോൾ രാമകൃഷ്ണ മിഷൻ ഫൗണ്ട് ചെയ്യുന്നത് സ്വാമി വിവേകാനന്ദനാണ്. 1797 മെയ് 1-നാണ് ഫൗണ്ട് ചെയ്യുന്നത്. ഇനിയും സ്വാമി വിവേകാനന്ദന്റെ ഒറിജിനൽ നെയിം, ശരിയായ പേരെന്താണെന്ന് അറിയുമോ? അത് നരേന്ദ്രനാഥ് ദത്ത് എന്നാണ്. സ്വാമി വിവേകാനന്ദന്റെ ഒറിജിനൽ നെയിം, ശരിയായ പേരെന്താണ്? നരേന്ദ്രനാഥ് ദത്ത്. അങ്ങനെയെങ്കിൽ സ്വാമി വിവേകാനന്ദൻ ജനിച്ച ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്. എന്താണ്? സ്വാമി വിവേകാനന്ദന്റെ ജന്മദിനമാണ് നമ്മൾ ദേശീയ യുവജന ദിനമായി ആഘോഷിക്കുന്നത്. അപ്പോൾ സ്വാമി വിവേകാനന്ദന്റെ ജന്മദിനമാണ് നമ്മൾ ദേശീയ യുവജന ദിനമായി ആഘോഷിക്കുന്നത്. അതെന്നാണ്? ജനുവരി 12 ജനുവരി 12 1863 ആര് ജനിക്കുന്നത്? സ്വാമി വിവേകാനന്ദൻ ജനിക്കുന്നത്. എന്നാണ്? 1863 ജനുവരി 12 സ്വാമി വിവേകാനന്ദൻ ജനിക്കുന്നത്. സ്വാമി വിവേകാനന്ദന്റെ ജന്മദിനമായ ജനുവരി 12 നമ്മൾ ദേശീയ യുവജന ദിനമായി ആഘോഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇന്റർനാഷണൽ യൂത്ത് ഡേ, അതായത് അന്താരാഷ്ട്ര യുവജന ദിനം എന്നാണ്? അത് ഓഗസ്റ്റ് 12 ഈ ഡേറ്റ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കുക. ദേശീയ യുവജന ദിനം ജനുവരി 12 സ്വാമി വിവേകാനന്ദന്റെ ജന്മദിനമാണ്. അതുപോലെ തന്നെ ഇന്റർനാഷണൽ യൂത്ത് ഡേ എന്നാണ്? ഓഗസ്റ്റ് 12. ഇനിയും എന്നാണ് സ്വാമി വിവേകാനന്ദൻ മരിക്കുന്നത്? അത് ജൂലൈ 4 1902 സ്വാമി വിവേകാനന്ദൻ മരണപ്പെടുന്നത്. എന്നാണ്? 1902 ജൂലൈ 4. ഇനിയും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ പറഞ്ഞ രാമകൃഷ്ണ മിഷൻ, രാമകൃഷ്ണ മിഷന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. PYQ ആണ്. ഏതാണെന്നല്ല, എവിടെയാണെന്നും ചോദിച്ചിട്ടുണ്ട്, ഏതാണെന്നും ചോദിച്ചിട്ടുണ്ട്. എവിടെയാണ്? രാമകൃഷ്ണ മിഷന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ആണ് ബേലൂർ മഠം, കൊൽക്കത്തയിലാണ് ഉള്ളത്. അപ്പം രാമകൃഷ്ണ മിഷന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? കൊൽക്കത്തയിലെ ബേലൂർ മഠത്തിലാണ്. സ്വാമി വിവേകാനന്ദൻ ചിക്കാഗോയിലെ പാർലമെന്റ് ഓഫ് റിലീജിയൻസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അത് ഏത് വർഷമാണെന്ന് ചോദിക്കാം. ഏത് വർഷമാണ്? 1893 സ്വാമി വിവേകാനന്ദൻ ചിക്കാഗോയിലെ പാർലമെന്റ് ഓഫ് റിലീജിയൻസിൽ അറ്റൻഡ് ചെയ്തത് 1893. അതുപോലെ തന്നെ സ്വാമി വിവേകാനന്ദൻ 2 പ്രസിദ്ധീകരണങ്ങളാണ്, 2 പത്രങ്ങളാണ്. ഏതൊക്കെ? പ്രബുദ്ധ ഭാരതം. പ്രബുദ്ധ ഭാരത് ഏത് ഭാഷയിലാണ്? ഇംഗ്ലീഷ് ഭാഷയിലാണ്. മറക്കരുത്, പ്രബുദ്ധ ഭാരത് ഇംഗ്ലീഷ് ഭാഷയിലും അതുപോലെ തന്നെ ഉദ്ബോധന ബംഗാളി ഭാഷയിലുമാണ്. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ നോക്കാം. സ്വാമി വിവേകാനന്ദനാണ് എന്ത്? രാമകൃഷ്ണ മിഷൻ ഫൗണ്ട് ചെയ്യുന്നത്. ഏതു വർഷം? 1897 സ്വാമി വിവേകാനന്ദൻ ജനിക്കുന്നത്. 1863 ജനുവരി 12 ഇതേ ജനുവരി 12 നമ്മൾ ദേശീയ യുവജന ദിനം അല്ലെങ്കിൽ നാഷണൽ യൂത്ത് ഡേ ആയിട്ട് ആഘോഷിക്കുന്നത്. അതേപോലെ തന്നെ ഇന്റർനാഷണൽ യൂത്ത് ഡേ എന്നാണ്? അത് ഓഗസ്റ്റ് 12 സ്വാമി വിവേകാനന്ദൻ മരിക്കുന്നത് 1902 ജൂലൈ 4. ഇനിയും സ്വാമി വിവേകാനന്ദന്റെ യഥാർത്ഥ നാമം അല്ലെങ്കിൽ ശരിയായ പേരെന്താണ്? നരേന്ദ്രനാഥ് ദത്ത എന്നാണ്. അതിനുശേഷം നമ്മൾ എന്താണ് പറഞ്ഞത്? സ്വാമി വിവേകാനന്ദൻ ചിക്കാഗോയിലെ പാർലമെന്റ് ഓഫ് റിലീജിയൻസിൽ അറ്റൻഡ് ചെയ്യുന്നത് ഏത് വർഷമാണ്? 1893 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വർഷമാണ്, നോട്ട് ചെയ്ത് വെക്കുക. അതേപോലെ തന്നെ സ്വാമി വിവേകാനന്ദൻ 2 പത്രങ്ങളാണ്. ഏത്? പ്രബുദ്ധ ഭാരതവും അതുപോലെ തന്നെ ഉദ്ബോധനയും. പ്രബുദ്ധ ഭാരത ഏത് ലാംഗ്വേജിലാണ്? ഇംഗ്ലീഷ് ലാംഗ്വേജിലും ഉദ്ബോധന ബംഗാളി ലാംഗ്വേജിലുമാണ്. അപ്പം ബംഗാളി എന്ന് പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഓർമ്മ വന്നത്. നമ്മൾ ഒരു കാര്യം കൂടി ഡിസ്കസ് ചെയ്തിരുന്നു. എന്താണ്? രാമകൃഷ്ണ മിഷന്റെ ആസ്ഥാനം അല്ലെങ്കിൽ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? അത് കൊൽക്കത്തയിലെ ബേലൂർ മഠമാണ്. അപ്പം ഇത്രയും ഓർത്ത് വെക്കുക, നോട്ട് ചെയ്ത് വെക്കുക, റിവൈസ് ചെയ്യുക, പഠിക്കുക. അപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ കർണാട്ടിക് വാർസ് വെയർ എസെൻഷ്യലി ഫോർഡ് ബിറ്റ്വീൻ ഹും. കർണാട്ടിക് വാർസ് അല്ലെങ്കിൽ കർണാട്ടിക് യുദ്ധങ്ങൾ എന്ന് പറയുന്നത് ആരൊക്കെ തമ്മിൽ നടന്നിരുന്ന യുദ്ധങ്ങളാണ്? ഫ്രഞ്ച് ആൻഡ് നിസാം, ഇംഗ്ലീഷ് ആൻഡ് ഫ്രഞ്ച്, ഇംഗ്ലീഷ് ആൻഡ് മറാത്താസ് ആൻഡ് ഹൈദരലി. അപ്പം ആരൊക്കെ തമ്മിൽ നടന്ന യുദ്ധത്തെയാണ് നമ്മൾ കർണാട്ടിക് യുദ്ധങ്ങൾ അല്ലെങ്കിൽ കർണാട്ടിക് വാർസ് എന്ന് പറയുന്നത്. അത് ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിലുള്ള യുദ്ധത്തെയാണ്. അപ്പം ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിലുള്ള യുദ്ധത്തെ നമ്മൾ എന്താണ് വിളിക്കുന്നത്? കർണാട്ടിക് യുദ്ധങ്ങൾ അല്ലെങ്കിൽ കർണാട്ടിക് വാർസ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ കർണാട്ടിക് യുദ്ധങ്ങൾ അല്ലെങ്കിൽ കർണാട്ടിക് വാർസ് എന്ന് പറഞ്ഞാൽ ആരൊക്കെ തമ്മിൽ നടത്തിയ യുദ്ധങ്ങളാണ്? ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടത്തിയ യുദ്ധങ്ങളാണ്. അങ്ങനെയെങ്കിൽ മൊത്തം 3 കർണാട്ടിക് വാർസ് ആണ് ഉണ്ടായിട്ടുള്ളത്. എത്രയാണ്? 3 കർണാട്ടിക് വാർസ് ആണ് ഉണ്ടായിട്ടുള്ളത്. അപ്പം നമുക്ക് അതിന്റെ വർഷങ്ങളൂടെ ഒന്ന് നോക്കാം. ഫസ്റ്റ് കർണാട്ടിക് വാർ, ഒന്നാം കർണാട്ടിക് യുദ്ധം എന്നാണ്? 1740 മുതൽ 1748 വരെയാണ് അതിന്റെ വർഷം വരുന്നത് അല്ലെങ്കിൽ ടൈം പീരീഡ് വരുന്നത്. അപ്പോൾ 1740 തുടങ്ങി 1748 എന്ത്? ഒന്നാം കർണാട്ടിക് യുദ്ധം അവസാനിക്കുന്നത്. 8 വർഷം നീണ്ടു നിന്നു.
അപ്പം ഈ 1748 ഒന്നാം കർണാട്ടിക് വാർ അല്ലെങ്കിൽ ഫസ്റ്റ് കർണാട്ടിക് വാർ അവസാനിച്ചു. തൊട്ടടുത്ത വർഷം അടുത്ത കർണാട്ടിക് യുദ്ധം തുടങ്ങി. 1749 മുതൽ 1754 വരെ 5 വർഷ കാലയളവായിരുന്നു അത്. രണ്ടാം കർണാട്ടിക് യുദ്ധം അല്ലെങ്കിൽ സെക്കൻഡ് കർണാട്ടിക് വാർ. ഇനി തേർഡ് കർണാട്ടിക് വാർ എന്താണ്? 1758 തുടങ്ങുന്നത്. അതുപോലെ തന്നെ 1763 വരെ നീണ്ടുനിന്നു. അതും 5 വർഷക്കാലം നീണ്ടുനിന്നു. നമുക്കൊന്നുകൂടെ നോക്കാം. ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടക്കുന്ന യുദ്ധത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കർണാട്ടിക് യുദ്ധങ്ങൾ അല്ലെങ്കിൽ കർണാട്ടിക് വാർസ് എന്ന് പറയുന്നത്. മൊത്തം 3 കർണാട്ടിക് യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട്. ഒന്നാം കർണാട്ടിക് യുദ്ധം ഫസ്റ്റ് കർണാട്ടിക് വാർ എന്നാണ് നടക്കുന്നത്? 1740 മുതൽ 1748 വരെയാണ്. രണ്ടാം കർണാട്ടിക് യുദ്ധമോ തൊട്ടടുത്ത വർഷമായ 1749 മുതൽ 1754 വരെ 5 വർഷ കാലയളവാണ് അതിൻ്റെ രണ്ടാം കർണാട്ടിക് യുദ്ധത്തിൻ്റെത്. അതുപോലെ തന്നെ മൂന്നാം കർണാട്ടിക് യുദ്ധം എന്നാണ് തുടങ്ങുന്നത്? 1758 തുടങ്ങി 1763 അവസാനിക്കുകയാണ്. ഏകദേശം അതും എത്രയാണ്? 5 വർഷ കാലയളവിലാണ്. ഹു ഹാസ് ലെഡ് ദ ഹോം റൂൾ മൂവ്മെന്റ് ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ ഹോം റൂൾ മൂവ്മെന്റ് നയിച്ചത് ആരാണ്? അപ്പം ഇത് പറയുന്നതിന് മുമ്പ് ഈ ഹോം റൂൾ മൂവ്മെന്റ് ഏത് വർഷമാണ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നത്? അത് 1916 ഇമ്പോർട്ടൻ്റ് ഡേറ്റ് ആണ്, ഓർത്തു വെക്കുക. ഹോം റൂൾ മൂവ്മെന്റ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നത് ഏത് വർഷമാണ്? 1916. ഇത് ആരൊക്കെയാണ് ഇത് ലെഡ് ചെയ്തിരിക്കുന്നത്? അത് ബാലഗംഗാധര തിലകും അതുപോലെ തന്നെ ആനി ബെസന്റുമാണ്. അപ്പോൾ ആരൊക്കെയാണ് ഇന്ത്യയിൽ ഹോം റൂൾ മൂവ്മെന്റ് ലെഡ് ചെയ്തിരിക്കുന്നത്? ആനി ബെസന്റും ബാലഗംഗാധര തിലകുമാണ്. ഇവർ രണ്ടുപേരും രണ്ട് സ്ഥലത്താണ് ഈ ഹോം റൂൾ മൂവ്മെന്റ് ലോഞ്ച് ചെയ്യുന്നത്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ബാലഗംഗാധര തിലക് ബെൽഗാമിലും അതുപോലെ തന്നെ ആനി ബെസന്റ് എവിടെയാണ്? മദ്രാസിലുമാണ് ഹോം റൂൾ മൂവ്മെന്റ് ലോഞ്ച് ചെയ്യുന്നത്. അപ്പം 1916 ഏപ്രിലാണ് ബാലഗംഗാധര തിലക് ബെൽഗാമിൽ ലോഞ്ച് ചെയ്യുന്നത്. അതേ വർഷം 1916 സെപ്റ്റംബറിലാണ് ആനി ബെസന്റ് എവിടെ ലോഞ്ച് ചെയ്യുന്നു? മദ്രാസിൽ ലോഞ്ച് ചെയ്യുന്നു. അപ്പം ഈ രണ്ട് പ്രസ്ഥാനങ്ങളുടെയും ഐഡിയോളജീസും എല്ലാം സെയിം ആയിരുന്നെങ്കിലും ഇത് രണ്ടും ഒരിക്കലും മെർജ് ചെയ്തിട്ടില്ല, ഇവരെ ഒന്നിച്ച് ചേർത്തിട്ടില്ല. അപ്പം ബാലഗംഗാധര തിലക് എവിടെയാണ് ലോഞ്ച് ചെയ്യുന്നത്? ബെൽഗാമിലാണ്. 1916 ഏപ്രിലാണ്. അതുപോലെ ആനി ബെസന്റ് എവിടെ ലോഞ്ച് ചെയ്യുന്നു? മദ്രാസിൽ ലോഞ്ച് ചെയ്യുന്നു. 1916 സെപ്റ്റംബറിൽ ലോഞ്ച് ചെയ്യുന്നു. അപ്പം ബാലഗംഗാധര തിലകിന്റെ ഹോം റൂൾ മൂവ്മെന്റിന് എത്ര ബ്രാഞ്ചസ് ഉണ്ടായിരുന്നു? 6 ബ്രാഞ്ചസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതേസമയം ആനി ബെസന്റിന്റെ ഹോം റൂൾ ലീഗ് അല്ലെങ്കിൽ ഹോം റൂൾ മൂവ്മെന്റിനോ 200-ലധികം അല്ലെങ്കിൽ 200ഓളം ബ്രാഞ്ചസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ നോക്കാം. ഇന്ത്യയിൽ ഹോം റൂൾ മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നാണ് അല്ലെങ്കിൽ ലോഞ്ച് ചെയ്യുന്നത് എന്നാണ്? 1916. ആരൊക്കെയാണ് അത് ലെഡ് ചെയ്യുന്നത്? ആനി ബെസന്റും അതുപോലെ തന്നെ ബാലഗംഗാധര തിലകുമായിരുന്നു. ബാലഗംഗാധര തിലക് എന്നാണ് ഇത് ലോഞ്ച് ചെയ്യുന്നത്? ഈ ഹോം റൂൾ മൂവ്മെന്റ് 1916 ഏപ്രിലിൽ ബെൽഗാമിലാണ് ബാലഗംഗാധര തിലക് ലോഞ്ച് ചെയ്യുന്നത്. അതേപോലെ ആനി ബെസന്റ് 1916 സെപ്റ്റംബറിൽ മദ്രാസിലും ലോഞ്ച് ചെയ്യുന്നു. ബാലഗംഗാധര തിലകിന്റെ ഹോം റൂൾ ലീഗിന് അല്ലെങ്കിൽ ഹോം റൂൾ മൂവ്മെന്റിന് എത്ര ബ്രാഞ്ചസ് ഉണ്ടായിരുന്നു? 6 ബ്രാഞ്ചസും. ആനി ബെസന്റിന്റേതിന് എത്ര ബ്രാഞ്ചസ് ഉണ്ടായിരുന്നു? 200ഓളം ബ്രാഞ്ചസും ഉണ്ടായിരുന്നു. മറക്കരുത്, നോട്ട് ചെയ്ത് വെക്കുക, പഠിക്കുക. ഇനി ഹോം റൂൾ മൂവ്മെന്റിനെ കുറിച്ച് നമ്മളിപ്പോൾ പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് തെറ്റിപ്പോവാൻ അല്ലെങ്കിൽ കൺഫ്യൂസ് ആകാൻ ചാൻസ് ഉള്ള ഒരു കാര്യമാണ് ഹോം റൂൾ സൊസൈറ്റി എന്ന് പറയുന്നത്. അപ്പം ഇന്ത്യൻ ഹോം റൂൾ സൊസൈറ്റി ഏത് വർഷമാണ് ഫൗണ്ട് ചെയ്യുന്നത്? 1905. ആരാണ് ഫൗണ്ട് ചെയ്യുന്നത്? ശ്യാംജി കൃഷ്ണവർമ്മയാണ്. അപ്പം ഹോം റൂൾ മൂവ്മെന്റും ഹോം റൂൾ സൊസൈറ്റിയും തമ്മിൽ തെറ്റിപ്പോകരുത്. ഹോം റൂൾ മൂവ്മെന്റ് 1916, ആനി ബെസന്റും ബാലഗംഗാധര തിലകും ബെൽഗാം അതുപോലെ തന്നെ മദ്രാസ്. ഇത് ഹോം റൂൾ സൊസൈറ്റി. ഇന്ത്യൻ ഹോം റൂൾ സൊസൈറ്റി വർഷം 1905. ആരാണ് ഫൗണ്ട് ചെയ്യുന്നത്? ശ്യാംജി കൃഷ്ണവർമ്മയാണ്. വാഗൻ ട്രാജഡി ഓഫ് 1921 ഈസ് റിലേറ്റഡ് ടു വിച്ച് റിബല്യൻ? 1921 വാഗൻ ട്രാജഡി ഏത് കലാപവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഉള്ളത്? കൂർഗ് റിബല്യൻ, മോപ്ല റിബല്യൻ, മദ്രാസ് റിബല്യൻ, നിസാം റിബല്യൻ. ഏത് റിബല്യനാണ്? മോപ്ല റിബല്യൻ ആണ്. മോപ്ല റിബല്യൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മാപ്പിള കലാപം അല്ലെങ്കിൽ മലബാർ കലാപം. അപ്പം മലബാർ കലാപവും അല്ലെങ്കിൽ മാപ്പിള കലാപവുമായിട്ട് ബന്ധപ്പെട്ടാണ് വാഗൻ ട്രാജഡി ഉള്ളത്. ഇവിടെ ഞാൻ 1921 എന്നുള്ള വർഷവും ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കാരണം എന്താണ്? അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് വർഷമാണ് മാപ്പിള കലാപം നടക്കുന്നത്? 1921. എവിടെയാണ് നടക്കുന്നത്? അറിയാമല്ലോ, കേരളത്തിലെ മലബാർ ഏരിയാസ് അല്ലെങ്കിൽ മലബാർ റീജിയനിലാണ് ഈ മാപ്പിള കലാപം നടക്കുന്നത്. 1921. അപ്പോൾ ആരാണ് ഈ മാപ്പിള കലാപം അല്ലെങ്കിൽ മാപ്പിള റിബല്യൻ ലെഡ് ചെയ്യുന്നത്, നയിച്ചത്? അത് വാര്യം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയാണ്. അപ്പം എന്തിനു വേണ്ടിയാണ് ഈ മാപ്പിള കലാപം?
നോർമലി എന്തായിരിക്കും, ബ്രിട്ടീഷുകാർക്കെതിരെയാണ് ഈ കലാപം നടന്നത്. അവരുടെ ചെയ്തികൾ തന്നെയാണ് ഒരു കാരണം. മാത്രമല്ല ഈ 1920 എന്താണ് ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെയും അതുപോലെ തന്നെ നോൺ കോപ്പറേഷൻ മൂവ്മെന്റിന്റെ ഒക്കെ ഭാഗമായിട്ട് ഗാന്ധിജി എവിടെ വരികയാണ്? ഗാന്ധിജി മാത്രമല്ല ഗാന്ധിജിയും അതുപോലെ തന്നെ മൗലാന ഷൗക്കത്ത് അലിയും എവിടെ വരികയാണ്? കേരളത്തിൽ വരികയും ഇതിന്റെ ലീഡേഴ്സുമായിട്ടൊക്കെ സംസാരിക്കുകയും അവരുമായിട്ട് ആശയവിനിമയം നടത്തുകയും ഒക്കെ ചെയ്തു. അപ്പം എല്ലാം കൊണ്ടും ബ്രിട്ടീഷുകാരുടെ ചെയ്തികൾ ഒരു വഴിക്ക്, ബ്രിട്ടീഷുകാരും ഖലീഫയുമായിട്ടുള്ള പ്രശ്നം മറ്റൊരു വഴിക്ക്, അതുപോലെ തന്നെ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് എല്ലാം കൂടെ ആയപ്പോൾ എന്താണ്, ഇവർ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ തുടങ്ങി. അങ്ങനെ 1921 മലബാർ റിബല്യന്റെ ഭാഗമായിട്ട് അറസ്റ്റ് ചെയ്ത പ്രിസണേഴ്സിനെ കൊണ്ട് ഒരു വാഗണിൽ എന്താണ്, ഒരു തീവണ്ടിയിൽ കുത്തി നിറച്ചിട്ട് ഇവരെ തിരൂരിൽ നിന്നും കോയമ്പത്തൂർ ജയിലിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുകയാണ്. ഈ പോകുന്ന വഴിക്ക് ഇവർ ഇതിനകത്ത് കുത്തി നിറച്ചിട്ടാണ് ഇവരെ കൊണ്ടുപോകുന്നത്. പോകുന്ന വഴിക്ക് ഈ വാഗണിൽ വെച്ച് ശ്വാസം മുട്ടിയിട്ട് 67 പ്രിസണേഴ്സ് എന്താണ് മരിക്കുകയാണ്. അപ്പം 67 പ്രിസണേഴ്സ് ഈ വാഗണിൽ വെച്ച് ശ്വാസം മുട്ടി മരിക്കുകയാണ്. ഇതിനെയാണ് എന്ത് പറയുന്നത്, വാഗൺ ട്രാജഡി എന്ന് പറയുന്നത്. മാപ്പിള റിബല്യൻ 1921 ആരാണ് ലീഡ് ചെയ്യുന്നത്? വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയാണ്. വാഗൺ ട്രാജഡി ഏത് കലാപവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? മാപ്പിള കലാപം അല്ലെങ്കിൽ മലബാർ കലാപം, മലബാർ റിബല്യൻ ഓർ മോപ്ല റിബല്യൻ. ഏത് വർഷം? 1921. മറക്കരുത്. അപ്പം നമുക്ക് വാഗൺ ട്രാജഡിയെ കുറിച്ച് അറിയാവുന്ന മറ്റ് പോയിന്റ്സ് എന്തൊക്കെയാണ്? എത്ര പ്രിസണേഴ്സാണ് ഈ വാഗൺ ട്രാജഡിയുടെ ഇതിൽ മരണപ്പെടുന്നത്? 67 പ്രിസണേഴ്സാണ്. ഇവരെ എവിടെ നിന്ന് എവിടേക്കാണ് കൊണ്ടുപോകുന്നത്? തിരൂരിൽ നിന്നും കോയമ്പത്തൂരുള്ള ജയിലിലേക്കാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. മറക്കാതെ നോട്ട് ചെയ്ത് വെക്കുക. Which princely state has been acquired first under doctrine of lapse by ഡൽഹൌസി? ഏത് പ്രിൻസ്ലി സ്റ്റേറ്റ്സിലാണ് ഡൽഹൌസി ആദ്യമായിട്ട് ഈ ഡോക്ട്രൈൻ ഓഫ് ലാപ്സ് എന്ന് പറയുന്ന പോളിസി ഇമ്പോസ് ചെയ്തത്? ഏത് സ്റ്റേറ്റിലാണ്? അപ്പം അതിനു മുമ്പ് നമുക്ക് ഈ ഡോക്ട്രൈൻ ഓഫ് ലാപ്സ് എന്ന പോളിസി എന്താണെന്ന് അറിയണം. അതുപോലെ തന്നെ ഇത് ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്ന് പറയണം. അത് ഈ ക്വസ്റ്റിനിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ആരാണ് ഡോക്ട്രൈൻ ഓഫ് ലാപ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്? അത് ഡൽഹൌസിയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു PYQ ആണ്. ഡോക്ട്രൈൻ ഓഫ് ലാപ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണ്? ഡൽഹൌസിയാണ്. ഇനി എന്താണ് ഈ ഡോക്ട്രൈൻ ഓഫ് ലാപ്സ് എന്ന് പറഞ്ഞാൽ? ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണകാലത്തിൽ എന്താണ് അവർ കൊണ്ടുവന്ന ഒരു പോളിസിയാണ്, അതായത് ഡൽഹൌസി കൊണ്ടുവന്ന ഒരു പോളിസിയാണ് എന്ത്, ഡോക്ട്രൈൻ ഓഫ് ലാപ്സ് എന്ന് പറയുന്നത്. ഈ പോളിസി പ്രകാരം അന്ന് ഇന്ത്യ ഭരിക്കുന്ന ഒരു റൂളർ, അതായത് ഒരു പ്രിൻസ്ലി സ്റ്റേറ്റ്സിലെ റൂളറിന് അനന്തരാവകാശികൾ, പുരുഷലിംഗത്തിലുള്ള അനന്തരാവകാശികളൊന്നും ഇല്ലെങ്കിൽ എന്താണ്, ആ ഒരു സ്റ്റേറ്റ് അല്ലെങ്കിൽ ആ ഒരു ഭാഗം ആരുടെ അണ്ടറിൽ പോകും? ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ടെറിട്ടറിയിലേക്ക് പോകും. പിന്നെ അവിടുത്തെ ഭരണകാര്യങ്ങളൊക്കെ നടത്തുന്ന ആരാണ്? ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ്. ഇപ്പോൾ ഒരു ഭരണാധികാരിക്ക് ഉള്ള കുട്ടി പെണ്ണാണെങ്കിലും എന്താണ്, അത് അനന്തരാവകാശി ഇല്ലാത്തതായിട്ട് കൂട്ടിയിട്ട് എന്താണ്, ആ ഒരു സ്റ്റേറ്റ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഏറ്റെടുത്തിട്ട് അവിടുത്തെ ഭരണങ്ങളെല്ലാം അവർ തന്നെ നടത്തും. അതായത് ഒരു ഭരണാധികാരിക്ക് എന്താണ്, പുരുഷലിംഗത്തിലുള്ള ഒരു അനന്തരാവകാശി വേണമെന്നായിരുന്നു. പുരുഷലിംഗത്തിൽ ഒരു ആൺകുട്ടി ഇല്ലെങ്കിൽ, അതായത് അദ്ദേഹത്തിന് ഒരു ആൺകുട്ടി ഇല്ലെങ്കിൽ എന്താണ്, ആ ഒരു സ്റ്റേറ്റ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അണ്ടറിലേക്ക് പോകും. അതായിരുന്നു എന്ത്, ഡോക്ട്രൈൻ ഓഫ് ലാപ്സ് എന്ന് പറയുന്ന പോളിസി. അപ്പോൾ അവരുടെ ഒരു എന്താണ്, ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഒരു ആധിപത്യം അല്ലെങ്കിൽ അവരുടെ ഒരു ഭരണം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി, ഇന്ത്യയിലുടനീളം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയാണ് എന്ത്, അവരങ്ങനെ ഒരു പോളിസി കൊണ്ടുവന്നത്. അപ്പോൾ ആ പോളിസി ആദ്യമായിട്ട് ഇമ്പോസ് ചെയ്തത് ഏത് സ്റ്റേറ്റിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് പ്രിൻസ്ലി സ്റ്റേറ്റിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് സത്രയിലാണ്. അപ്പം ഏത് പ്രിൻസ്ലി സ്റ്റേറ്റിലാണ് ഡോക്ട്രൈൻ ഓഫ് ലാപ്സ് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇമ്പോസ് ചെയ്യുന്നത്? അത് സത്രയിലാണ്. ഏത് വർഷമാണ്? 1848. നമുക്ക് ഒന്നുകൂടെ നോക്കാം. ആരാണ് ഈ ഡോക്ട്രൈൻ ഓഫ് ലാപ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്? അത് ഡൽഹൌസിയാണ്. എന്താണ് ഈ ഡോക്ട്രൈൻ ഓഫ് ലാപ്സ് എന്ന് പറഞ്ഞാൽ? ഒരു പ്രിൻസ്ലി സ്റ്റേറ്റ് അല്ലെങ്കിൽ ഇന്ത്യയിലെ ഒരു റൂളറിന് എന്താണ്, പുരുഷലിംഗത്തിലുള്ള ഒരു അനന്തരാവകാശി ഇല്ലെങ്കിൽ ആ സംസ്ഥാനം അല്ലെങ്കിൽ ആ പ്രദേശം എവിടേക്ക് പോകും? അത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ടെറിട്ടറിയിലേക്ക് വരികയും അവർ ഭരണം നടത്തുകയും ചെയ്യും. ഇതാണ് ഡോക്ട്രൈൻ ഓഫ് ലാപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണ്? ഡൽഹൌസിയാണ്. അപ്പം ഇത് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പ്രിൻസ്ലി സ്റ്റേറ്റ് ഏത് സ്റ്റേറ്റിലേക്കാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്? അത് സത്രയിലാണ്. ഏത് വർഷമാണ്? 1848. ഇനി ഈ ഡോക്ട്രൈൻ ഓഫ് ലാപ്സ് പിൻവലിക്കുന്നത് ആരാണ്? വിഡ്രോ ചെയ്യുന്നത് ആരാണ്? അത് ലോർഡ് ക്യാനിങ് ആണ്. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു PYQ ആണ്. നോട്ട് ചെയ്ത് വെക്കുക. ഇപ്പോൾ ഡോക്ട്രൈൻ ഓഫ് ലാപ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണ്? ഡൽഹൌസിയാണ്. ഏത് സ്റ്റേറ്റിലാണ് ഇത് ഫസ്റ്റ് വരുന്നത്? സത്രയിലാണ്. ഏത് വർഷം? 1848. ഈ ഡോക്ട്രൈൻ ഓഫ് ലാപ്സ് വിഡ്രോ ചെയ്യുന്നത് ആരാണ്? ലോർഡ് ക്യാനിങ് ആണ്. വിച്ച് ഇന്ത്യൻ ഫ്രീഡം ഫൈറ്റർ വാസ് കോൾഡ് പഞ്ചാബ് കേസരി? പഞ്ചാബ് കേസരി എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനി, ഫ്രീഡം ഫൈറ്റർ ആരാണ്? ബിപിൻ ചന്ദ്രപാൽ, ഭഗത് സിംഗ്, ലാലാ ലജ്പത് റായ്, ബാൽ ഗംഗാധർ തിലക്. ആരെയാണ് പഞ്ചാബ് കേസരി എന്നറിയപ്പെടുന്നത്? അത് ലാലാ ലജ്പത് റായ് ആണ്. അപ്പൊ പഞ്ചാബ് കേസരി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? അത് ലാലാ ലജ്പത് റായ് ആണ്. അപ്പം ഈ ലാലാ ലജ്പത് റായെ കുറിച്ച് വേറെ എവിടെയെങ്കിലും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടോ? ഉണ്ടല്ലോ. എവിടെയാണത്? ലാൽ ബാൽ പാൽ. ഓർക്കുന്നുണ്ടോ നിങ്ങൾ? എവിടെയാണ്? അത് എക്സ്ട്രീമിസ്റ്റ് ലീഡേഴ്സിനെ കുറിച്ച് നമ്മൾ പഠിച്ചപ്പോൾ പറഞ്ഞതാണ് എന്ത്, ലാൽ ബാൽ പാൽ.
നമ്മൾ INC സ്പ്ലിറ്റ് ആയതും അതായത് എക്സ്ട്രീമിസ്റ്റും മോഡറേറ്റ്സുമായിട്ട് സ്പ്ലിറ്റ് ആയത് എന്താണെന്ന് പറഞ്ഞു, കാരണം എന്താണെന്ന് പറഞ്ഞു, ഇവർ തിരിച്ച് ജോയിൻ ചെയ്തത് എന്താണെന്ന് അല്ലെങ്കിൽ ഇവർ ഒന്നിച്ചത് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. അതിൽ എക്സ്ട്രീമിസ്റ്റ് ലീഡേഴ്സായിട്ട് നമ്മൾ പറഞ്ഞ പേരാണ് ഏതൊക്കെ? ലാൽ ബാൽ പാലും അതുപോലെ ഔറോബിന്ദോ ഘോഷിനെ കുറിച്ചും. അപ്പം ഈ ലാൽ ബാൽ പാലിലെ ലാലാണ് ആര്? ലാലാ ലജ്പത് റായ്. വേറെ ആരൊക്കെയാണ് ഉണ്ടായിരുന്നത് ഈ എക്സ്ട്രീമിസ്റ്റ് ലീഡേഴ്സിൽ? ലാലാ ലജ്പത് റായ്, ബാലഗംഗാധര തിലക്, ബിപിൻ ചന്ദ്രപാൽ, അതുപോലെ തന്നെ ഔറോബിന്ദോ ഘോഷ്. അപ്പം ഈ ലാലാ ലജ്പത് റായ്, ബാലഗംഗാധര തിലക്, ബിപിൻ ചന്ദ്രപാൽ, ഔറോബിന്ദോ ഘോഷ് ഇവരൊക്കെ ആരാണ്? എക്സ്ട്രീമിസ്റ്റ് ലീഡേഴ്സ് ആണ്. അപ്പം പഞ്ചാബ് കേസരി എന്നറിയപ്പെടുന്നത് ആരാണ്? ലാലാ ലജ്പത് റായ് ആണ്. അങ്ങനെയെങ്കിൽ ബാലഗംഗാധര തിലകിനെ അറിയപ്പെടുന്ന ഒരു പേരുണ്ട്. അതെന്താണെന്ന് ആർക്കെങ്കിലും അറിയാവോ? എന്താണത്? ലോക് മാന്യ എന്നറിയപ്പെടുന്നത് ആരെയാണ്? അത് ബാലഗംഗാധർ തിലകിനെയാണ്. അപ്പം ലോക് മാന്യ എന്നറിയപ്പെടുന്നത് ആരെയാണ്? ബാലഗംഗാധർ തിലകിനെയാണ്. പഞ്ചാബ് കേസരി എന്നറിയപ്പെടുന്നത് ആരെയാണ്? ലാലാ ലജ്പത് റായിയാണ്. എങ്കിൽ ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ വന്ധ്യ വയോധികൻ എന്നറിയപ്പെടുന്നത് ആരെയാണ്? നിങ്ങൾക്ക് അറിയാമെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. ഇന്ത്യയുടെ വന്ധ്യ വയോധികൻ, ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ആരെയാണെന്ന് അറിയാവുന്നവരെ താഴെ കമന്റ് ചെയ്യുക. കഴിഞ്ഞ VYQ സെഷൻ എല്ലാവരും പഠിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയുള്ള ഇന്നത്തെ ചോദ്യം ഇതാണ്: നമ്മുടെ ഇന്ത്യയിൽ ആദ്യമായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച് ഒരു തെരഞ്ഞെടുപ്പ് നടന്നത് എവിടെയാണ്, ഏതു വർഷമാണ് എന്നാണ് ചോദ്യം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. അപ്പം ഇന്ത്യയിൽ ആദ്യമായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച് ഒരു തെരഞ്ഞെടുപ്പ് നടന്നത് ഏതു വർഷമാണ്, എവിടെയാണ് നടന്നത്? അപ്പം അറിയാവുന്നവർ കമന്റ് ചെയ്യുക താഴെ. അപ്പം ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് ഇന്ത്യ അതും കമന്റ് ചെയ്യണം. അതായത് ഇന്ത്യയുടെ വന്ധ്യവയോധികൻ ആരാന്ന് ഞാനൊരു ചോദ്യം ചോദിച്ചിരുന്നു. അതിൻ്റെ ഉത്തരവും എന്താണ്? അറിയാവുന്നവർ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. PYQ സീരീസിൻ്റെ ഈ ഒരു സെഷനോട് അവസാനിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. SSCക്കും RRBക്കും ഒക്കെ തയ്യാറെടുക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ ചാനലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് അടുത്തൊരു ടോപ്പിക്കുമായിട്ട് പുതിയൊരു വീഡിയോയിൽ കാണാം.